ഹായ്, അവിടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ ആണ്, സ്വാദുള്ള സ്പൈസി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ. ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. 200 ഗ്രാമാണ്. നീളം കൂടിയ വെണ്ടയ്ക്കയാണെങ്കിൽ നടുമുറിച്ചിട്ടുണ്ടാക്കാം. ഈ 3 ഇൻഗ്രീഡിയൻസ്: കടലമാവ് 2 ടേബിൾ സ്പൂൺ, അരിപ്പൊടി നൂലപ്പപ്പൊടിയോ പുട്ടുപൊടിയോ ആവാം 1 ടേബിൾ സ്പൂൺ, കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ. കൂടുതൽ അളവിൽ കടലമാവ് കോൺഫ്ലോറിൻ്റെ അരിപ്പൊടിയുടെയും ഇരട്ടി അളവിൽ വേണം. വെണ്ടയ്ക്ക രണ്ടറ്റവും മുറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ കീറാം. ഒരു വെണ്ടയ്ക്ക കൊണ്ട് 4 പീസാക്കാം. നടുമുറിച്ചിട്ട് പിന്നെ ഒന്നും കൂടി വരയാം. ബൗളിലേക്ക് നുറുക്കിയതെല്ലാം മാറ്റാം. പിഞ്ച് വെണ്ടയ്ക്കയാണ്. 2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടിയൊന്ന് യോജിച്ച് വരാൻ വേണ്ടി മാത്രം. ഇനി കടലമാവ്, കോൺഫ്ലോർ, അരിപ്പൊടി ചേർത്തിട്ട് യോജിപ്പിക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇത്തിരി വെള്ളം കുടഞ്ഞ് കൈ കൊണ്ട് യോജിപ്പിക്കണം. കുറേശ്ശെയായിട്ട് വെള്ളം ചേർക്കാം. കൂടിപ്പോയാൽ കട്ട പിടിക്കും, പിന്നെ ശരിക്കും മാരിനേറ്റ് ആവില്ല. ഓരോ സ്പൂണൊക്കെ ഒഴിക്കുന്നുള്ളൂ ഓരോ തവണയും വെള്ളം. ഇങ്ങനെ വേറിട്ട് തന്നെ കിട്ടും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇപ്പോൾ പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ട് വെണ്ടയ്ക്കയിൽ. ഇനി 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. പാൻ ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കാം. ഡീപ് ഫ്രൈ ആണ്, അധികം എണ്ണയൊന്നും കുടിക്കില്ല. എന്നാലും മുങ്ങാനുള്ള അത്ര എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി വെണ്ടയ്ക്ക ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടാം. ഒരു മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാം. നല്ലോണം വിട്ട് വരുന്നുണ്ട്. കളർ ഒന്നും കൂടി റെഡിഷ് ആവണം. വെന്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. മുരുമുരാന്നുള്ള വെണ്ടയ്ക്ക ഫ്രൈ ആണ്. ഇനി അടുത്ത സ്ട്രെച്ചും കൂടെ വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. തീ കൂടിയ വേഗം കരിഞ്ഞു പോകും വെണ്ടയ്ക്ക. കൂട്ടാൻ വയ്ക്കുമ്പോഴും ഉപ്പേരി ഉണ്ടാക്കുമ്പോഴൊക്കെ വെണ്ടയ്ക്ക കഴിക്കാൻ മടിയുള്ള കുട്ടികളും നല്ലോണം കഴിക്കും ഈ ഫ്രൈ. സ്നാക്കായിട്ട് കഴിക്കാം. ചോറിൻ്റെ കൂടെ നല്ലതാണ്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ അവിടുത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. വേറൊരു വിഭവമായിട്ട് വേഗം കാണും. താങ്ക് യു.